ഈ വീഡിയോയിൽ കുറേ ഗ്ലോബൽ ഹാപ്പനിങ്സ് ആണ്. അപ്പം അതിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമേ നമ്മൾ നോക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി G20ക്ക് വേണ്ടിയിട്ട് കാനഡയിൽ എത്തിയിട്ടുണ്ട്. കാനഡയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പല പല പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ കുറച്ച് പോയിന്റ്സ്, ഇതൊക്കെ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. അതായത് G20യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചാൽ കാനഡയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, ഫർദർ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യക്കും കാനഡയ്ക്കുമുള്ള പ്രശ്നത്തിനേക്കാളും അതിരൂക്ഷമായ നിലയിലുള്ള പ്രശ്നം നടക്കുന്നത് യൂറോപ്പിനും അമേരിക്കയ്ക്കിടയിലാണ്. ട്രംപ് വന്നിട്ട് G7 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പകുതി വഴിക്ക് തന്നെ ടാറ്റ കാണിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഞാൻ പോകുന്നു, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതായിട്ടാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നെങ്കിലും ശരിക്കും അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഓയിൽ പ്രൈസിന്റെ കട്ട് ഓഫ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നും മേടിക്കുന്ന ഓയിൽ ഒരു $45 ചുരുക്കണം, ക്രൂഡ് ഓയിൽ ഒരു ബാരലിന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റേറ്റ് ബാരിയർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇതിന്റെ പുറകിൽ വേറെ വിഷയങ്ങളുണ്ട്. വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റഷ്യയിൽ നിന്നും ഇറക്കുന്ന ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലേക്ക് ഒരു കട്ട് ഓഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് കൂടാനാണ് സാധ്യത. അതായത് ഒരു സാങ്ഷൻ കൊണ്ടുവരണം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് യൂറോപ്യൻ യൂണിയൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റഷ്യൻ ഓയിലിന് സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറാൻ ഓയിൽ ഒരു സൈഡിൽ ഓൾറെഡി തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇറാൻ ഓയിൽ ചൈന ത്രൂ ഓൾറെഡി തന്നെ മാർക്കറ്റിലുണ്ട്, പല രീതിയിലായിട്ട് ബ്ലാക്കിലൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പൊ ആ മാർക്കറ്റിന്റെ നീഡും കൂടി ഇപ്പൊ നിലവില് മറ്റുള്ള മേഖലയിലുള്ള ഓയിലുകളാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓൾറെഡി തന്നെ ഈ ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷം 10% ഓയിൽ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലുപരിയായിട്ട് ഇനി ഇപ്പൊ റഷ്യയുടെ ഓയിലും കൂടെ ഇപ്പൊ സാങ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് $100 മുകളിൽ പോകും വില. ഇതൊരു ന്യായമായ കാരണമാണ്. ഈ ഒരു കാരണം നിലനിൽക്കെ ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതിന്റെ എല്ലാ തരത്തിലുള്ള വിയോജിപ്പുമാണ് ട്രംപ് കാണിച്ചിട്ട് G7 നിന്ന് ഇറങ്ങിപ്പോയത്. ഇതാണ് ട്രംപ് G7 നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം. യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിൽ നടക്കുന്ന വിഷയം, ഉക്രൈനിലെ റെയർ എർത്ത് ഡീലുമായിട്ട് മുന്നോട്ട് പോയ ട്രംപിനെ തടഞ്ഞുകൊണ്ട് നിലവിലെ റഷ്യ ഉക്രൈൻ യുദ്ധം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത്, സപ്പോർട്ട് മീൻസ് ഓൺലി വെർബൽ സപ്പോർട്ട്, മോട്ടിവേഷൻ മാത്രം കൊടുത്തുകൊണ്ട് ഒരു രീതിയിലുള്ള സപ്പോർട്ടും, ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ട്, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എയ്ഡിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാണ്ട് അതിനെ ഇപ്പോഴും കുറഞ്ഞ പരിധിയിൽ നിർത്തിക്കൊണ്ട് നാറ്റോ രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങളും ഇപ്പോഴും ഡിഫൻസ് സ്പെൻഡിങ് 2% മാത്രം ചുരുക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് കാണിച്ച വിയോജിപ്പാണ് G7 നിന്നും ഇറങ്ങിപ്പോയത്. പിന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഖാലിസ്ഥാനികളുടെ റാലി, പ്രൊട്ടസ്റ്റ് കാനഡയിൽ നടന്നായിരുന്നു. പേഴ്സണൽ കാറുകൾ മൊത്തം വരിവരിയായിട്ട് റോഡിന്റെ സൈഡിൽ നിർത്തിക്കൊണ്ട് മൊത്തത്തിൽ മഞ്ഞ കൊടികൾ അവർ കെട്ടി പറത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ കോലമൊക്കെ ഉണ്ടാക്കി ജയിലിൽ ഇടുന്ന പോലെയും പല രീതിയിലുള്ള അവരുടെ വിയോജിപ്പാണ് ഈ പ്രൊട്ടസ്റ്റിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഖാലിസ്ഥാനികൾ പ്രത്യേകിച്ച് ഈ ഒരു സംഗതി അവിടെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി പോയി G7 പങ്കെടുക്കുന്നത്. ഇനിയിപ്പം ഈ കാനഡയിൽ നിന്നും എന്തിനാണ് മാർക്കറിനെ നരേന്ദ്രമോദിയെ ആദ്യം ക്ഷണിക്കാത്തത് G7 എന്നുള്ളതിന്റെ റീസൺ, എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇന്ന് നമുക്ക് ആ G7 മീറ്റിംഗ് നടന്ന ആ സിറ്റിയുടെ റോഡിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാനഡയിലുള്ള ഈ ഖാലിസ്ഥാനികളുടെ സംഘം ചേർന്നുള്ള ഇന്ത്യ വിരോധം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റീസൺ. ആ ഫാക്റ്റും നമുക്ക് ഇന്ന് അവിടെ പ്രത്യക്ഷത്തിൽ അവിടെ കാണാൻ കഴിഞ്ഞു. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് വാർത്തയാണ്. പെഹൽഗാമിൽ വീണ്ടും ഫോറിൻ ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പെഹൽഗാമിലെ ആക്രമണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു പീസ്ഫുൾ അന്തരീക്ഷമായിട്ടുണ്ട്. ഇത് അപ്പം തന്നെ പീസ്ഫുൾ അന്തരീക്ഷം ആയതാണ്. പിന്നെ ഈ ഒരു ആക്രമണം നടന്നതിന്റെ ആ ഒരു ആഘാതത്തിൽ ടൂറിസ്റ്റുകൾ അത്രത്തോളം വരില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ടൂറിസ്റ്റുകൾ ബുക്ക് ചെയ്ത് സജീവമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വീണ്ടും മാറി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാനഡയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാനഡയ്ക്ക് ആവശ്യമുണ്ട്, ഇന്ത്യക്ക് ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കാനഡയിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. അതിലുപരിയായിട്ട് അങ്ങോട്ട് സ്റ്റുഡന്റ് വിസ എടുത്ത് ലക്ഷക്കണക്കിന് പൈസ മുടക്കി പോയി പഠിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് കുറേ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ, ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വെൽക്കമബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഇതൊക്കെ ഉടനീളം ലഭിക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പരസ്പര സഹകരണമില്ലാണ്ട്, അതായത് ഒരു
വില്ലന്മാരെ കാണുന്ന പോലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അഥവാ പെർമനന്റ് റെസിഡൻസി നേടുന്നത് വരെ അവിടെ ഒരു സെക്കൻഡ് ക്ലാസ് പൗരനായിട്ട് തന്നെയാണ് തുടരേണ്ടി വരുന്നത്. അത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സിറ്റിസൺഷിപ്പ് നിങ്ങൾ നേടിയാൽ തന്നെയും, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ പൗരനായിട്ടുള്ള ആൾക്കാർ നേടിയാൽ തന്നെയും ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ അവർക്ക് ഇന്ത്യയുടെ ഒരു കാർഡ്, ഐഡന്റിറ്റി കാർഡ് ഹോൾഡ് ചെയ്താണ് മിക്ക ആൾക്കാരും അവിടെ ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യകത എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വരുമ്പോഴത്തേക്കും, അവരുടെ മാതൃരാജ്യത്ത് വരുമ്പോഴത്തേക്കും അവർക്ക് വിസ ഇല്ലാതെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് എംബസിയിൽ വിസിറ്റ് ചെയ്യണം. അവർക്ക് ഇവിടെ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ OIC കാർഡ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയോജനകരമാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ അവർക്ക് അസറ്റ് ഉണ്ട്, അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്, അവരുടെ ആൻസെസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന അങ്ങനെ ഒരു PR മേടിച്ചങ്ങ് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ലാതാവുന്നില്ല. ഇന്ത്യൻസ് ആർ ആൾവേസ് ഇന്ത്യൻസ്, അതങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാനും അങ്ങോട്ട് പോകാനും വിസ, എംബസി, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, ബിസിനസ്, ട്രേഡ്, ബൈലേറ്ററൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കാനഡയുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ പ്രതീക്ഷ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നത്. അതുപോലെ ഡിപ്ലോമാറ്റ്സും അതേപോലെ കാനഡയിലെ ഇന്ത്യൻ ഡയസ്പൊറയും ഇതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പൊ കാണുന്നത്. 2015 ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാനഡ 2025 വീണ്ടും സന്ദർശിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് തെഹ്റാനിൽ, അതായത് ഇറാനിൽ പഠിക്കുന്നുണ്ട്. അവരെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ കശ്മീരിന്റെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തെഹ്റാനിൽ കുടുങ്ങിക്കിടന്ന് അത്രയും കുട്ടികളെയും ഇന്ത്യൻ ഗവൺമെന്റ് ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. അടുത്തത് റഷ്യ ഉക്രൈൻ വിഷയമാണ്. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ കഴിഞ്ഞ 3 ദിവസം വളരെ സൈലന്റ് ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഉക്രൈനിലെ സെലൻസ്കി, അതായത് 22-ാം തീയതി, വരുന്ന 22-ാം തീയതി റഷ്യയുമായിട്ട് ഒരു മീഡിയേഷൻ ചർച്ച അറേഞ്ച് ചെയ്തിരുന്ന സാഹചര്യത്തിൽ റഷ്യക്കുള്ളിൽ എനർജി മേഖലയിൽ പോയി ഒരു ആക്രമണം നടത്തി സെലൻസ്കി. വെറുതെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു, ആക്രമണം നടത്തി. എന്നിട്ട് ഇപ്പൊ ഇതാ കരച്ചിലാണ്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പീസ് ടോക്ക് നടത്തി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സെലൻസ്കിക്ക് ഈ ഒരു യുദ്ധം നിർത്തുന്നതിൽ യാതൊരു താല്പര്യമുള്ളതായിട്ട് കാണുന്നില്ല. ഏത് നേരത്തും കരച്ചിലാണ്, ആയുധങ്ങളില്ല, പൈസ ഇല്ല, നമ്മളെ സഹായിക്കുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇതേ പരാതിയോടുകൂടി തന്നെയാണ് തുടരുന്നത്. തുടരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും റഷ്യ തിരിച്ചടിച്ചു. പറഞ്ഞാൽ കീവ് മേഖലയിലും അതുപോലെ ഒഡേഷ ഭാഗത്തും ശക്തമായ ആക്രമണം, അതിശക്തമായ ആക്രമണം. 14 പേര് കീവ് നഗരത്തിൽ കൊല്ലപ്പെട്ടു. 2 പേരുടെ ജീവൻ ഒഡേഷ നഗരത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ സെലൻസ്കിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ മേളിൽ സാങ്ഷൻ കൊണ്ടുവരണം. അപ്പം റഷ്യയുടെ മേളിൽ സാങ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെലൻസ്കിയുടെ അജണ്ടയുമായിട്ടാണ് ഈ യൂറോപ്യൻ യൂണിയൻ ഈ G7 മീറ്റിംഗിലേക്ക് എത്തിയത്. പക്ഷെ അതിനെ ട്രംപ് വകവെച്ചില്ല. ഈ റഷ്യൻ ഓയിലിന് സാങ്ഷൻ കൊണ്ടുവരണം എന്ന് വെച്ച ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആ പ്രപ്പോസലിന് അമേരിക്ക സൈൻ ചെയ്തില്ല. ഈ 2 വിഷയങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ട്രംപ് G7 നിന്നും ഇറങ്ങി കാനഡ വിട്ട് അമേരിക്കയിലേക്ക് പോയി ഇറങ്ങിയ സമയത്ത് അവിടെ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഉക്രൈന്റെ ഉള്ളിൽ റഷ്യ ഇപ്പോൾ ഒരു കടുത്ത രീതിയിൽ ഒരു ആക്രമണം നടത്തി, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ചോദിച്ചപ്പോഴത്തേക്കും ഏത് ഉക്രൈൻ, ഏത് ആക്രമണം, ഐ ഡോണ്ട് നോ എന്നാണ് പറഞ്ഞിട്ട് പോയത് ട്രംപ്. ഇതിന് മുമ്പാണെങ്കിൽ കൃത്യമായിട്ട് നിന്ന് ഉത്തരം പറഞ്ഞിട്ട് പോകുന്ന ട്രംപ് ഇപ്പൊ റഷ്യ ഉക്രൈൻ കേൾക്കുമ്പോഴത്തേക്കും അത് എനിക്കറിയത്തില്ല, അത് ആരുടെയൊക്കെയോ വിഷയങ്ങളാണ് എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്ക റഷ്യക്ക് സപ്പോർട്ട് ചെയ്തുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓയിൽ സാങ്ഷൻ ആക്കാനും ഒരു രീതിയിലുള്ള സാങ്ഷനും റഷ്യക്കെതിരെ ചെയ്യാനില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് പോയി G7. അത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാങ്ഷനും പറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സാങ്ഷൻ റഷ്യക്കെതിരെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഗോള വിപണിയിൽ എണ്ണ വില കൂടും, അത് കുത്തനെ കൂടും. അത് ശരിക്കും യൂറോപ്പിന് തന്നെ ദോഷം ചെയ്യുന്ന പരിപാടിയാണ്. എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള ആൾക്കാർ, അവർക്കാണ് ഇതിന്റെ ഏറ്റവും ആവശ്യകത. ശരിക്കും ഞാൻ നിങ്ങൾക്ക് നന്മയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് പോയിരിക്കുന്നത്. എന്തായാലും യൂറോപ്പിന് അതിൽ ചെറിയ സങ്കടം വിഷമമൊക്കെ ഉണ്ട് ട്രംപ് ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോയതിൽ. എന്നിരുന്നാലും ഒന്നും ചെയ്യാനില്ല. ഓൾമോസ്റ്റ് 6000 ഉക്രൈനിയൻ സോൾജേഴ്സിന്റെ ബോഡി റഷ്യ കൈമാറിയിട്ടുണ്ട് ഉക്രൈനിന്. അത് അടുത്ത പ്രതിസന്ധിയായിട്ട് ഉക്രൈനിൽ ഉടലെടുത്ത് നിൽക്കുകയാണ്. ആദ്യം ഒരു 1000 ശതമാനം കൊടുത്തു, വീണ്ടും ഒരു 1000 പ്ലസ് കൊടുത്തു, വീണ്ടും ഒരു 1200ഓളം വീണ്ടും കൊടുത്തു. ഇതായിപ്പോ അടുത്ത 2239 സോൾജേഴ്സിന്റെ ബോഡി ഉക്രൈന്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിപ്പോ ഉക്രൈൻ ഇപ്പൊ ഇന്നോ നാളെ എടുക്കണം, റിസീവ് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് റിസീവ് ചെയ്യണം. അതാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പൊ ടോട്ടൽ 6000, ആ ഫസ്റ്റ് ഫേസിൽ പറഞ്ഞ 6000 സോൾജേഴ്സിന്റെ ബോഡീസ് ഇപ്പം ഉക്രൈനിലോട്ട് കൈമാറിയിരിക്കുകയാണ്. ഇനി ഇവർക്കുള്ള സെറ്റിൽമെന്റും കാര്യങ്ങളും ഇതെല്ലാം തന്നെ ഇനി ഉക്രൈൻ നോക്കേണ്ടി വരും. ഇതിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നോക്കണം.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉക്രൈനിലെ സെലൻസ്കി സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 കമ്പനിയിൽ പാർട്ണറായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ആ പൈസ ബില്യൺ കണക്കിൽ അവിടെ കിടപ്പുണ്ട്. അത് ഇവിടെ നിന്ന് കൊള്ളയടിച്ച പൈസ തന്നെയാണ്. ആ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സോൾജേഴ്സിന് കൊടുക്കാനുള്ള സെറ്റിൽമെന്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലുപരിയായിട്ട് 40,000 ബോഡി റഷ്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് അടുത്ത് വരുന്ന വാർത്ത. ഈ 40,000 സോൾജേഴ്സിന്റെ ബോഡി ഉക്രൈനിൽ എത്തുമ്പോഴത്തേക്കും സെലൻസ്കി എവിടെ നിന്നാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നത്, എവിടെ നിന്നാണ് ഇവരുടെ സെറ്റിൽമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഭീമമായ തുക ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് യുദ്ധം ചെയ്യുവോ ഇല്ലെങ്കിൽ ഈ മരിച്ചുപോയ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റ് നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. ഇപ്പം നിലവിലെ ക്രൂഡ് ഓയിൽ പ്രൈസ് $77. കഴിഞ്ഞ ആഴ്ച ഇതിലും കുറവായിരുന്നു. 10% വർദ്ധിച്ചിട്ടാണ് ഇപ്പോൾ $77, ഇപ്പം $77 പെർ ബാരലിന് ഇപ്പൊ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുകളിലാണ് റഷ്യയെ സാങ്ഷൻ ചെയ്യും. ഇറാന്റെ അവിടെ ഓൾറെഡി യുദ്ധം നടക്കുന്നു. ആ ബ്ലാക്ക് ഓയിൽ മാർക്കറ്റിൽ ഇപ്പോൾ അത് ഷോർട്ടേജ് ആണ്. ഇപ്പൊ ചൈനയ്ക്കും വീണ്ടും അറബ് മേഖലയിൽ നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെയാണ് എണ്ണ എടുക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഗ്ലോബലി ഉള്ള ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇനി ട്രംപ് കുറച്ച് നാളത്തേക്കെങ്കിലും ചൈനയ്ക്ക് മേലിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങില്ല. റഷ്യയുടെ ഓയിലിന് ഇപ്പം യൂറോപ്യൻ യൂണിയൻ പറയുന്ന കണക്ക് സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ചൈനയും കൂടെ ബാധിക്കും. ചൈനയും കൂടെ ബാധിക്കുമ്പോൾ ചൈന ഓൾറെഡി ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ചർച്ച നടത്തി റെയർ എർത്ത് മെറ്റൽ അയക്കില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അമേരിക്കയിൽ എത്തിയിട്ടില്ല റെയർ എർത്ത് മെറ്റൽ. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും യൂറോപ്യൻ യൂണിയൻസ് പണിയുമായിട്ട് ഇറങ്ങിയത്. ആ പണിയിൽ നിന്നും നൈസായിട്ട് എസ്കേപ്പ് ആയി പോയിട്ടുണ്ട് ട്രംപ്. അങ്ങനെ ആ ഒരു ദുഃഖത്തില് യൂറോപ്യൻ യൂണിയൻ 2026 റഷ്യയുമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കംപ്ലീറ്റ് കരാറും റദ്ദാക്കണം. അതായത് ഒരു എനർജി മേഖലയിൽ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2026 അവസാനിപ്പിക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പണ്ട് തീരുമാനിച്ചിരുന്നത്. ഇപ്പൊ ആ ഒരു തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടത് 2026 റഷ്യയെ ഡിപ്പെൻഡ് ചെയ്തത് നിർത്താൻ പറ്റില്ല. ഇനി ഒരു 1 ഇയറിലേക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ ചിന്തിച്ചിട്ട് 2027 നമ്മൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 2027 ചിലപ്പോൾ 2028 ആവാം, 29 ആവാം, 30 ആവാം. റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കാം. പിന്നെ അത് ഒരു രീതിയിലും തടസ്സപ്പെടാതെ നിരന്തരമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാഹചര്യവും ആവാം. ആർക്കാണ് പ്രശ്നം? ഇത് യൂറോപ്യൻ യൂണിയനാണ് ചിന്തിക്കേണ്ടത്. അമേരിക്ക ഒന്നിനും തയ്യാറല്ല. അമേരിക്ക തയ്യാറല്ലെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36.1 ട്രില്യൺ ആണ് അമേരിക്കയുടെ ഡെറ്റ്. ആ രീതിയിലിരിക്കുന്ന അമേരിക്ക എങ്ങനെയാണ്? പലരും പറയുന്നുണ്ട് പല ഇൻവെസ്റ്റ്മെന്റുകളും അത് ഇതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വരും, പക്ഷേ അത് ഡോളർ ബേസ്ഡ് എക്കോണമിയാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ വലിയ എക്കോണമിസ്റ്റുകൾ അനലിസ്റ്റ് റിപ്പോർട്ടൊക്കെ പുറത്ത് കിടപ്പുണ്ട്. അതൊക്കെ പോയി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ഇല്ലേ, ICE പ്രൊട്ടസ്റ്റ്, ഈ ഇല്ലീഗൽ എമിഗ്രന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ്, അത് ഇച്ചിരി കൺട്രോൾഡ് ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പം കുറച്ച് കൺട്രോൾ ആയിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് 2 സ്റ്റേറ്റുകളിൽ മാത്രമാണ് ചെറിയ തോതിൽ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതിൽ വാഷിംഗ്ടൺ ഒരെണ്ണം, അതുപോലെ ലോസ് ഏഞ്ചലസ്, ഈ 2 സ്ഥലങ്ങളിലാണ് ഇപ്പം പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതിലുപരിയായിട്ട് എവിടെയും തന്നെ പ്രൊട്ടസ്റ്റ് ഇല്ല. പിന്നെ ഇത് ലിറ്ററലി ഇത് ഫുൾ ആൻഡ് ഫുൾ കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇല്ലീഗൽ എമിഗ്രന്റിനെ പുറത്താക്കൽ നടപടി തുടരും. ICE വളരെ ശക്തമായിട്ട് നടപടി എടുത്തുകൊണ്ട് ഇല്ലീഗൽ എമിഗ്രന്റിനെ പിടിച്ച് പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. MI6 എന്ന് പറഞ്ഞ UK ഇന്റലിജൻസ് ഏതാണ്ട് അവര് പ്രവർത്തനം സ്റ്റാർട്ടാക്കിയിട്ട് തന്നെ 116 വർഷത്തിന്റെ ഇടയിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് അവര് തലപ്പത്ത് ഒരു ലേഡിയെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇതുവരെ 116 വർഷമായിട്ട് അവിടെ ഒരു ലേഡിയെ ഈ ഒരു പോസ്റ്റിൽ നിയമിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സക്സസ്ഫുൾ പൊസിഷൻ, ആ ഒരു സക്സസ്ഫുൾ ഡെസിഗ്നേഷൻ കരസ്ഥമാക്കിയ ആ ലേഡിയുടെ പേര് ബ്ലെസ്സി മെക്കാവാലി എന്നാണ്. ഈ ബ്ലെസ്സി മെക്കാവാലിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് UK MI6 എന്ന് പറഞ്ഞ ഇന്റലിജൻസ് യൂണിറ്റിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നത്. സമി റീജിയനിൽ അതിതീവ്രമായ നിലയിൽ സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പിടിക്കുന്നത്. ഉക്രൈൻ പറയുന്നത് ഞങ്ങൾക്ക് റഷ്യയെ ചെറുത്ത് നിൽക്കാനുള്ള ആയുധങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്, ഞങ്ങൾക്ക് അമേരിക്ക സപ്ലൈ അനുവദിക്കുന്നില്ല എന്നുള്ള റീസണൊക്കെ ഉക്രൈനിലെ സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് വേറെ കാറ്റഗറിയിൽ പെടുന്ന ആയുധങ്ങളാണ്. ട്രംപ് ഭരണത്തിൽ വന്ന പാടെ അമേരിക്ക സ്റ്റോപ്പ് ചെയ്തു ഈ ആയുധം കൊടുക്കുന്നത്. ബൈഡൻ കൊടുത്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു സഹകരണമല്ല ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പൊ എന്തായാലും സമി റീജിയനിൽ റഷ്യയുടെ മുന്നേറ്റമാണ് നടക്കുന്നത്. ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നു എല്ലാം ശരി തന്നെയാണ്. ഇതൊക്കെ വളരെ സെന്റിമെന്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ഫാക്ട് വെച്ചാണ് കാര്യം പറയുന്നത്. ഫാക്ച്വലി റഷ്യ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഉക്രൈനിലെ സ്ഥലങ്ങൾ കൂടുതൽ കയറി പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇതിനകത്ത് സെന്റിമെന്റ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ റഷ്യ ആണോ ഉക്രൈൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഫാക്ട് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കുറെ സമഗ്രമായ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.